നമസ്കാരം. ക്രൈം ഫയലിലേക്ക് സ്വാഗതം. ഭർത്താവ് നഗ്ന ചിത്രമെടുത്ത് പ്രചരിപ്പിച്ചതിൽ മനം നൊന്ത് യുവതി ആത്മഹത്യ ചെയ്ത സംഭവം ഞെട്ടിക്കുന്നതാണ്. സംഭവത്തിൽ ഭാര്യ നൽകിയ മരണമൊഴി ഞെട്ടിക്കുന്നതാണ്. 5 മണിക്കൂറോളം യുവതിയെ അതിക്രൂരമായി മർദ്ദിച്ചെന്നും മുഖമെല്ലാം അടിച്ചു ചതച്ചു കളഞ്ഞുവെന്നും മരണമൊഴിയിൽ പറഞ്ഞിട്ടുണ്ട്. ശരീരമാസകലം മർദ്ദനമേറ്റതിന്റെ പാടുകളുമുണ്ടെന്ന് ബന്ധുക്കൾ വ്യക്തമാക്കുന്നു. യുവതിയെ ആക്രമിച്ച മുൻ ഭർത്താവ് ശ്രീജിത്തിനെ വട്ടിയൂർക്കാവ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ചൊവ്വാഴ്ച പുലർച്ചെയാണ് വട്ടിയൂർക്കാവ് മണികണ്ഠേശ്വരം സ്വദേശിയായ 45-കാരിയെ തൂങ്ങി മരിച്ച നിലയിൽ വീട്ടിൽ കണ്ടെത്തിയത്. മുൻ ഭർത്താവിന്റെ പീഡനത്തെ തുടർന്നാണ് ജീവനൊടുക്കിയതെന്നെഴുതിയ ആത്മഹത്യാക്കുറിപ്പും മുറിയിൽ നിന്നും കണ്ടെടുത്തു. ഇക്കഴിഞ്ഞ ശനിയാഴ്ച കോടതിയിൽ നിന്നും വിവാഹമോചനം ലഭിച്ച യുവതി മണികണ്ഠേശ്വരത്തുള്ള തന്റെ വീട്ടിൽ മകളുമൊത്ത് എത്തിയിരുന്നു. തിങ്കളാഴ്ച രാത്രിയോടെ വീട്ടിലെത്തിയ ഭർത്താവ് യുവതിയെ മർദ്ദിക്കുകയും ശാരീരിക പീഡനത്തിന് ഇരയാക്കുകയും ചെയ്തു. ഇതിനിടെ വീട്ടമ്മയുടെ നഗ്ന ചിത്രങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. അവളുടെ കുട്ടിയെ എപ്പോഴും അവൻ ഉപദ്രവിച്ചിരുന്നു. എന്നാൽ അമ്മയുടെ ജീവനെ ഭയന്ന് കുട്ടിയും ഒന്നും പറഞ്ഞിരുന്നില്ലെന്നാണ് ബന്ധുക്കൾ വ്യക്തമാക്കുന്നത്. അമ്മയാണ് പീഡന വിവരം കുട്ടിയിൽ നിന്നും ചോദിച്ച് മനസ്സിലാക്കിയതും പിന്നീട് കേസ് കൊടുത്തതും. ഭാവവ്യത്യാസവും ചലനങ്ങളിലെ മാറ്റവും മനസ്സിലാക്കിയ അമ്മ കുട്ടിയിൽ നിന്നും വിവരങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി നെടുമങ്ങാട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനു മുന്നിൽ കേസ് നൽകുകയായിരുന്നു. ഇതേ തുടർന്ന് ഭർത്താവായ ശ്രീജിത്തിനെതിരെ പോക്സോ കേസെടുത്തിരുന്നു. ഇക്കാരണത്താൽ പലപ്പോഴും പലയിടത്തും വെച്ച് യുവതിയെ ഇയാൾ വഴിയിൽ തടഞ്ഞ് ആക്ഷേപിച്ചിരുന്നു. കേസ് കൊടുത്തതിന്റെയും വിവാഹമോചനം നേടിയതിന്റെയും പകയുമായി വീട്ടിലെത്തിയ മുൻ ഭർത്താവ് തിങ്കളാഴ്ച രാത്രി 7:30-ഓടെ വീടിന്റെ മുകളിൽ കയറി ഒളിച്ചിരിക്കുകയും ചെയ്തു. മഴയത്ത് നനഞ്ഞ തുണിയെടുക്കാൻ വന്ന യുവതിയെ ബലമായി അകത്തേക്ക് തള്ളിയിട്ട് വാതിൽ പൂട്ടി ഇയാൾ അകത്തേക്ക് പ്രവേശിച്ചു. മകളെ ഒരു മുറിയിൽ പൂട്ടിയിട്ട ശേഷം യുവതിയെ മറ്റൊരു മുറിയിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തതായി ബന്ധുക്കൾ വ്യക്തമാക്കുന്നുണ്ട്. രാത്രി 7:30 മുതൽ 12 മണിവരെ മൃഗീയമായ ദേഹോപദ്രവവും നടന്നതായി മരണമൊഴിയിൽ പറഞ്ഞിട്ടുണ്ട്. മകൾക്ക് 10 വയസ്സായതു മുതൽ അച്ഛന്റെ പെരുമാറ്റത്തിൽ വന്ന പൊരുത്തക്കേടുകളാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം. ആദ്യം പ്രശ്നമില്ലാതിരുന്ന ഭർത്താവ് മകൾ വലുതായതിനു ശേഷം ക്രൂരതകൾ നടത്താൻ തുടങ്ങിയെന്നും ഇക്കാര്യങ്ങൾ യുവതി ഏറ്റവും അടുത്ത ബന്ധുക്കളോട് വ്യക്തമാക്കിയിരുന്നു. മകളെ മറ്റൊരു രീതിയിൽ കാണുന്ന ഭർത്താവുമൊപ്പം ജീവിക്കാൻ സാധിക്കില്ലെന്നും ഒട്ടും താല്പര്യമില്ലെന്നും പറഞ്ഞിരുന്നു. യുവതി അയാളിൽ നിന്നും വിവാഹമോചനം നേടുകയും ചെയ്തിരുന്നു. മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച വീഡിയോ അയച്ചു കൊടുത്തത് സുഹൃത്തിനാണ്. ഇക്കാരണത്താൽ ഇയാളെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി. വീഡിയോ ആർക്കും ഷെയർ ചെയ്തിട്ടില്ലെന്ന് സമ്മതിച്ചതോടെ സുഹൃത്തിനെ പോലീസ് വിട്ടയക്കുകയും മൊബൈൽ ഫോൺ സ്റ്റേഷനിൽ സൂക്ഷിക്കുകയും ചെയ്തു. മറ്റൊരു ക്രൈം ഫയലുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം. വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് ആശ്രയ സമ്മാന പെരുമഴ സീസൺ 2 എന്ന പദ്ധതിയുമായി നിങ്ങളുടെ മുന്നിൽ എത്തി നിൽക്കുകയാണ്. ഈ പദ്ധതിയുടെ ഉദ്ദേശം മറ്റൊന്നുമല്ല, നിർധരരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകുവാനും മറ്റു കാരുണ്യ പ്രവർത്തനത്തിനു വേണ്ടിയാണ് ഈ ഒരു പദ്ധതി നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. 2024 സെപ്റ്റംബർ 1-നാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല, പ്രേക്ഷകരായ നിങ്ങളും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സമ്മാന കൂപ്പൺ വാങ്ങി ഈ പദ്ധതിയിൽ പങ്കാളികളാവും.